മറ്റൊരു കഥ ഇപ്രകാരമാണ്. നായാട്ടിന് പോയപ്പോൾ അക്ബറിനും ഭടന്മാർക്കും വഴി തെറ്റി. എല്ലാവരും നന്നേ ക്ഷീണിച്ചു. വല്ലാത്ത ദാഹം. എന്നാൽ അവിടെ കിണറോ കുളമോ നദിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങാൻ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കുറച്ചു ദൂരം പോയപ്പോൾ വിറകുകെട്ടുകളുമായി വരുന്ന ഒരു ബാലനെ കണ്ടു. അക്ബർ അവനോട് ചോദിച്ചു, കുട്ടി, ഇവിടെ അടുത്തെങ്ങാനും കിണറുണ്ടോ? എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കിണറുണ്ട്. ഒരു ഭടൻ ആ കുട്ടിയെ അയാളുടെ കുതിരപ്പുറത്ത് കയറ്റി അധികം വൈകാതെ തന്നെ ഗ്രാമത്തിലെ കിണറ്റിനടുത്തെത്തി. ആ ബാലൻ തന്നെ ഒരു തൊട്ടി കൊണ്ടുവന്നു അവർക്ക് വെള്ളം കോരിക്കൊടുക്കുകയും ചെയ്തു. ബാലന്റെ ചുറുചുറുക്ക് ചക്രവർത്തിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അവനോട് ചോദിച്ചു, കുഞ്ഞെ, നിന്റെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? അപ്രതീക്ഷിതമായ അവന്റെ മറുചോദ്യം കേട്ട് ഒരു നിമിഷം അക്ബർ സ്തബ്ധനായി. അദ്ദേഹം സഗൗരവവും കുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അക്ബറുടെ ചോദ്യം കേട്ട ബാലൻ യാതൊരു കൂസലും കൂടാതെ ഒരു മറുചോദ്യമാണ് തൊടുത്തുവിട്ടത്. ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണ പുരോഹിതനെ നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. അക്ബറുടെ മറുപടി കേട്ട് കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ അതേ മറുപടിയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയില്ല. കുസൃതി നിറഞ്ഞ ആ ചുണക്കൊട്ടന്റെ മറുപടി കേട്ട അക്ബറുടെ മുഖം തെളിഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ കൈവിരലിൽ കിടന്ന മോതിരമൂരി കുട്ടിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ദാഹജലം തന്നതിനും ചുണയോടെ സംസാരിച്ചതിനും സമ്മാനമായി ഈ മോതിരം നിനക്കിരിക്കട്ടെ. ഞാൻ ആരാണെന്ന് ഈ മോതിരം നിന്നോട് പറയും. നീ വലുതാവുമ്പോൾ എന്നെ വന്ന് കാണുകയും വേണം. ആ ബാലൻ മോതിരം തിരിച്ചും മറിച്ചും നോക്കുന്നതിനിടയിൽ അക്ബറും സംഘവും കുതിരപ്പുറത്ത് കയറിക്കഴിഞ്ഞു. മിന്നിത്തിളങ്ങുന്ന കല്ലുകൾ പതിച്ച ആ മോതിരത്തിലെ അക്ഷരങ്ങൾ അവൻ വായിച്ചു. അക്ബർ. കുട്ടി ആ പേര് വായിച്ച് പകച്ചു നിൽക്കുമ്പോൾ അവർ കുതിരയെ അതിവേഗതയിൽ കൊട്ടാരം ലക്ഷ്യമാക്കി പായിച്ചു കഴിഞ്ഞിരുന്നു. കുറേ വർഷങ്ങൾ കടന്നുപോയി. മഹേഷിന് 16 വയസ്സായി. അമ്മയോട് പറഞ്ഞ് അക്ബർ ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അയാൾ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരം കാവൽക്കാരനോട് പഴയ കഥകൾ മുഴുവൻ അയാൾ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ കാവൽക്കാരൻ മഹേഷിനോട് ചോദിച്ചു, ചക്രവർത്തി തിരുമനസ് തന്ന ആ മോതിരം എവിടെ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയുടെ കൈവശം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്തെങ്കിലും അമ്മയ്ക്ക് കൊടുത്തു വരാമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ മോതിരം ഊരി അമ്മയെ ഏൽപ്പിച്ചു. ഈ സംസാരത്തിനിടയിൽ 2 കുതിരസവാരിക്കാർ അവിടെ എത്തി. കൊട്ടാരം കാവൽക്കാരൻ അവരോട് മഹേഷിന്റെ കഥകൾ പറഞ്ഞു. അക്ബറുടെ നായാട്ട് സംഘത്തിൽ അന്നുണ്ടായിരുന്ന അവർക്ക് മഹേഷിനെ തിരിച്ചറിയാൻ യാതൊരു വിഷമവും ഉണ്ടായില്ല. അങ്ങനെ മഹേഷ് കൊട്ടാരത്തിൽ പ്രവേശിച്ചു. കൊട്ടാരത്തിൽ ദർബാർ നടക്കുന്ന സമയമായിരുന്നു അത്. തന്റെ മുൻപിലിരുന്ന സദസ്സിനോടായി ചക്രവർത്തി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പുഷ്പം ഏതാണ്? മുല്ല, പനനീർ, ചെമ്പകം, ചെന്താമര, ഇങ്ങനെ പലരും പല പേരുകൾ പറഞ്ഞു. അവസാനം മഹേഷിനും ഉത്തരം പറയാനുള്ള അവസരം കൈവന്നു. അയാൾ പറഞ്ഞു, പ്രഭോ, എന്റെ അഭിപ്രായത്തിൽ വെളുത്ത പഞ്ഞിയാണ് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പുഷ്പം. ഛേ, പഞ്ഞി പോലും! കാണാൻ സൗന്ദര്യമോ മണമോ ഇല്ലാത്ത പഞ്ഞിയാണത്രേ സുന്ദര പുഷ്പം. സദസ്യർ ഏകസ്വരത്തിൽ കളിയാക്കി. പക്ഷേ അക്ബർ ചക്രവർത്തി അയാളോട് ചോദിച്ചു, പഞ്ഞിയാണ് ഈ ഭൂമിയിലെ സുന്ദര പുഷ്പമെന്ന് നിങ്ങൾ പറയാനുള്ള കാരണമൊന്ന് വിശദീകരിക്കാമോ? പ്രഭോ, പഞ്ഞിയിൽ നിന്നാണ് അങ്ങയുടെ രാജ്യത്തെ സുപ്രസിദ്ധമായ തുണിത്തരങ്ങളെല്ലാം നെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റേതൊരു പുഷ്പത്തെക്കാളും പഞ്ഞിക്ക് ഞാൻ മേന്മ കാണുന്നത്. മഹേഷിന്റെ വിശദീകരണം ചക്രവർത്തിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? പ്രഭോ, എൻ്റെ പേര് മഹേഷ് ദാസ് എന്നാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് നായാട്ട് സഞ്ചാരത്തിനിടയിൽ അങ്ങ് എൻ്റെ ഗ്രാമത്തിൽ വന്നു. അങ്ങയ്ക്കും സംഘത്തിനും അന്ന് കിണറ്റിൽ നിന്ന് ദാഹജലം കോരി തന്നത് ഞാനാണ്. അന്ന് അങ്ങ് എനിക്ക് ഒരു മോതിരം സമ്മാനിച്ചു. പ്രായമാകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് അങ്ങയെ കാണണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നു. അന്നത്തെ ആ മിടുക്കൻ! അക്ബറുടെ മുഖത്ത് സന്തോഷഭാവം അദ്ദേഹം തുടർന്നു. നിങ്ങൾ വന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ തന്നെ താമസിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഈ നിമിഷം മുതൽ മഹേഷ് എന്നല്ല, ബീർബൽ എന്നായിരിക്കും.
അങ്ങനെ മഹേഷ് ദാസ് ബീർബൽ എന്ന പേരിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ താമസമാക്കി.